ആഞ്ജനേയ പൂജിതശ്ചേത് പൂജിത സർവദേവതാഹ. ആഞ്ജനേയനെ പൂജിച്ചാൽ എല്ലാ ദേവതമാരും പൂജിക്കപ്പെടുന്നു എന്ന് സ്കന്ദപുരാണം പറയുന്നു. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, ധ്യാനമാർഗം, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സാധനകളുടെയും മൂർത്തി ഭാവമാണ് ശ്രീ ഹനുമാൻ. തന്നെ ആശ്രയിക്കുന്നവർക്ക് മുഴുവൻ ആനന്ദം നൽകുന്നവനാണ് ഹനുമാൻ സ്വാമി. ശ്രീരാമജയം എന്ന ഒരൊറ്റ സ്തുതി കൊണ്ട് തന്നെ സംപ്രീതനാകുന്ന ഹനുമാൻ സ്വാമിയെ ഭജിക്കാനുള്ള ഏറ്റവും ഉത്തമമായ ദിനമാണ് ശനിയാഴ്ചകൾ. ഭഗവാന്റെ അവതാര ദിനമായ ചൈത്ര പൗർണമിയും ഇപ്രാവശ്യം വരുന്നത് ശനിയാഴ്ച തന്നെ ആയതുകൊണ്ട് വളരെയധികം വിശേഷപ്പെട്ട ദിനമാണ് ഏപ്രിൽ 12 ശനിയാഴ്ച. ചൈത്ര പൗർണമി ദിവസം വായുവേഗത്തിൽ അഭീഷ്ടസിദ്ധി നേടാനാകുന്ന ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ കാര്യസിദ്ധി മന്ത്രങ്ങളൊക്കെ ജപിച്ചു തുടങ്ങാനുള്ള വളരെ ശ്രേഷ്ഠമായ ദിനമാണ്. അസാധ്യമായ കാര്യങ്ങൾ വരെ സാധ്യമാകും. എല്ലാ ദുഃഖദുരിതങ്ങളും അകറ്റി സകല ഐശ്വര്യവും നമ്മിലേക്ക് എത്താനും അതുവഴി സാധ്യമാകും. ഹനുമാൻ്റെ ദാസ്യഭാവമാണ് ഹനുമാനെ പൂർണ്ണനാക്കിയത് എന്നാണ് അമ്മ പറയാം. ഗുരുവിനോട്, ഈശ്വരനോട് ഒരു ഭക്തന് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ഉദാത്തമായ ദാസ്യഭാവം ഹനുമാൻ്റെ ഭാവം. അതുണ്ടെങ്കിൽ ഗുരുകൃപ അല്ലെങ്കിൽ ഈശ്വരകൃപ എല്ലാ പ്രഭാവങ്ങളോടും കൂടി ആ ശിഷ്യനിലേക്ക് ഒഴുകിയെത്തും എന്നാണ് അമ്മ പറയാറ്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമ്മ പറയുന്നത്. അതാണ് ഹനുമാനെ അതുല്യ ബലവാനും പണ്ഡിതനും ചിരഞ്ജീവിയും ഒക്കെ ആക്കി തീർത്തത്. ഈ ഹനുമാൻ്റെ ജനനത്തിന് കാരണമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് വാൽമീകി മഹർഷി പറയുന്നുണ്ട്. രാവണൻ വൈശ്രവണനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുഷ്പക വിമാനം തട്ടിയെടുത്ത് മടങ്ങുന്ന വഴിയിൽ മനോഹരമായ കൈലാസം കണ്ട് അവിടെ ഇറങ്ങുന്നു. അഹങ്കാരത്തോടു കൂടി നടന്നു വരുന്ന രാവണനെ കണ്ട് നന്ദികേശ്വര ഭഗവാൻ വഴി തടഞ്ഞുകൊണ്ട് പറയും, ഭഗവാൻ ശങ്കരൻ ധ്യാനത്തിലാണ്, തൽക്കാലം നീ തിരിച്ചു പോണം എന്ന്. കോപിഷ്ഠനായ രാവണൻ ധാർഷ്ട്യത്തോടുകൂടി ചോദിക്കും, കോയം ശങ്കര, ആരാണീ ശങ്കരൻ? എന്നിട്ട് വാനരമുഖത്തോടു കൂടിയവനായ നന്ദികേശ്വരനെ കണ്ട് പരിഹസിച്ച് പൊട്ടിച്ചിരിക്കും. മഹാദേവൻ്റെ അപരമൂർത്തിയായ നന്ദികേശ്വരൻ പറയും, മൂഢത കൊണ്ടാണ് നീ എന്നെ പരിഹസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ രൂപത്തിലും എന്നെപ്പോലെ വീരപരാക്രമികളുമായ വാനരന്മാരാൽ തന്നെ നിൻ്റെ കുലം മുടിയും. പിന്നീട് നടന്ന കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഭഗവാൻ മഹാവിഷ്ണു ദശരഥപുത്രനായി ശ്രീരാമനായി അവതരിച്ചപ്പോൾ മഹാദേവൻ തൻ്റെ ദാസനായ നന്ദിയുടെ വാക്ക് സത്യമാക്കാനായിട്ട് സ്വയം വായുപുത്രനായി ഹനുമാനായി അവതരിച്ചു എന്നാണ് കഥ. ഒരു ദാസൻ, ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു ശ്രീ ഹനുമാൻ സ്വാമി. ഹനുമാനില്ലാതെ ശ്രീരാമന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ശ്രീരാമൻ തന്നെ അഗസ്ത്യ മഹർഷിയോടും മറ്റു മഹർഷിമാരോടൊക്കെ പറയുന്ന സന്ദർഭം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ഈ ഹനുമാൻ്റെ കരബലം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം തിരികെ നേടിയത് എന്നാണ് ശ്രീരാമൻ പറയുന്നത്. എന്നാൽ ഹനുമാനോ, ദാസോഹം കോസലേന്ദ്രസ്യ, കോസലേശ്വരനായ ശ്രീരാമൻ്റെ ദാസൻ മാത്രമാണ് ഞാൻ. ശ്രീരാമനാമം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് ഹനുമാൻ ലങ്കയിലെ രാക്ഷസന്മാർക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു സന്ദർഭം വാൽമീകി രാമായണത്തിൽ ഓർമ്മയുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഞ്ജനേയ പൂജിതശ്ചേത് പൂജിത സർവദേവതാഹ. ആഞ്ജനേയനെ പൂജിച്ചാൽ എല്ലാ ദേവതമാരും പൂജിക്കപ്പെടുന്നു. സകല ശക്തികളുടെയും ഉടമയാണ് ഹനുമാൻ. അതുകൊണ്ട് തന്നെ ശൈവരും വൈഷ്ണവരും ശാക്തേയരും എല്ലാവരും ഒരുപോലെ പൂജിക്കുന്നവരാണ് ഹനുമാൻ സ്വാമി. ശാക്തേയര ഹനുമാനെ ആരാധിക്കുന്നതിന് പിറകിലും ഒരു കഥയുണ്ട്. രാവണൻ്റെ ബന്ധുവായ മായാവിയായ മഹീരാവണൻ വിഭീഷണൻ്റെ വേഷത്തിൽ വന്ന് ശ്രീരാമ ലക്ഷ്മണകുമാരന്മാരെ യുദ്ധത്തിനിടയിൽ തട്ടിയെടുത്ത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്ന ഒരു കഥയുണ്ടല്ലോ രാമായണത്തിൽ. മഹാകാളിക്ക് ബലിയർപ്പിക്കാനായിട്ട് ബന്ധനസ്ഥനാക്കി പാതാളത്തിൽ കിടത്തിയിരുന്ന ശ്രീരാമ ലക്ഷ്മണകുമാരന്മാരെ ആഞ്ജനേയൻ രക്ഷിച്ചു കൊണ്ടുവരുന്നു. ദേവിയുടെ തന്നെ വാളെടുത്ത് മഹീരാവണൻ്റെ തലവെട്ടി ദേവിക്ക് ബലിയും സമർപ്പിക്കുന്നു.
ഇതിൽ സംപ്രീതയായ മഹാകാളി ഹനുമാനോട് തൻ്റെ ദ്വാരപാലകനാകാനായിട്ട് അനുഗ്രഹിക്കുന്നൊരു സന്ദർഭമുണ്ട്. അതിൻ പ്രകാരം ഭൈരവനും ഹനുമാനുമാണ് മഹാകാളിയുടെ ദ്വാരപാലകരായിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയെ മഹാവീർ എന്നാണ് സ്വാമി വിവേകാനന്ദൻ സംബോധന ചെയ്തിരുന്നത്. അങ്ങനെയുള്ള വീരപുരുഷനെ ആരാധിച്ചാൽ ഭാരതം ഉദ്ധരിക്കപ്പെടും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. വിദേശീയ ഭരണാധികാരികളുടെ ബലപ്രയോഗവും ക്രൂരമായ പീഡനവും കാരണം ആത്മപൗരുഷം നഷ്ടപ്പെട്ട ഭാരതത്തിലെ ദശലക്ഷക്കണക്കിന് യുവതീ-യുവാക്കൾക്ക് ധൈര്യവും വീര്യവും പകരാൻ ആഞ്ജനേയ സ്വാമിയുടെ ആരാധനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലുടനീളം ശ്രീരാമനുള്ളതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ ഹനുമാൻ സ്വാമിയുടെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വീരപുരുഷനായ ആഞ്ജനേയ സ്വാമിയെ എല്ലാവർക്കും നാളത്തെ പുണ്യദിനത്തിൽ ആരാധിക്കാനും സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.